ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ പ്രകാശിനാണെങ്കിൽ അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞ് നമ്മുടെ കല്യാണിക്ക് ഊണ് കൊടുക്കുന്നുണ്ട്. ശേഷം അവിടെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്, തിരുവാതിരയും അതുപോലെ തന്നെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് പ്രകാശൻ മനസ്സ് നിറഞ്ഞ് അവിടെ നിന്ന് പോകുന്ന ഭാഗമായിട്ട് നാളത്തെ പ്രൊമോയിൽ കാണിച്ചത്. അങ്ങനെ പ്രകാശൻ ലക്ഷ്മിയെടുത്തും അതുപോലെ തന്നെ നമ്മുടെ ദീപയെടുത്തും പറയുന്നുണ്ട്, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ഞാൻ ഇവിടെ വന്ന് താമസിക്കൊന്നുമില്ല എന്ന് പറയുമ്പോഴേക്കും രതീഷ് പറയണ്ടേ, അല്ല നിങ്ങളുടെ ഉദ്ദേശം അതാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി, നിങ്ങൾക്ക് പതുക്കെ പതുക്കെ ഇങ്ങോട്ടേക്ക് വരണം, എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ താമസിക്കണം, അതല്ലേ തൻ്റെ ഉദ്ദേശം എല്ലടോ കടുവേ എന്ന് ചോദിക്കണം. അപ്പം പ്രകാശം പറയണ്ട, ഒരിക്കലും ഇല്ല, എനിക്ക് എൻ്റെ പെമ്മക്കളെ കാണണമെന്ന് തോന്നുമ്പോൾ അവരെ ഒന്ന് കാണണം, അത്രയേ ഉള്ളൂ. അതിന് അമ്മമാരായി നിങ്ങൾ സമ്മതിക്കണം. വല്ല വിഷുവോ അതുപോലെ തന്നെ ഓണമോ ക്രിസ്മസ് അങ്ങനത്തെ വിശേഷ ദിവസങ്ങളൊക്കെ എല്ലാവരും ഒത്തുകൂടുന്ന സമയത്ത് എപ്പോഴാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ എൻ്റെ പെമ്മക്കൾ ഇടയ്ക്കിടയ്ക്ക് കാണണമെന്ന് തോന്നുമ്പോൾ ഒന്ന് കാണണം, അതിനുള്ള അനുവാദം രണ്ടമ്മമാരും തരണം എന്ന് പറയാണ്. അത് കേൾക്കുന്നത് ലക്ഷ്മിയും ദീപയും പരസ്പരം മുഖത്തോട് മുഖം നോക്കുകയാണ്. അവരും അനുവാദമൊന്നും കൊടുക്കുന്നില്ല. പ്രകാശിന്റെ ദേഷ്യത്തോട് കൂടി തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവര്. അത് കാണുമ്പോഴേക്കും കല്യാണി പറഞ്ഞ, അച്ഛനെന്തിനാ അമ്മമാരുടെ അനുവാദം ചോദിക്കണത്? ഞങ്ങളുടെ അച്ഛനല്ലേ, അച്ഛൻ എപ്പോൾ വേണമെങ്കിലും ഞങ്ങളെ കാണാൻ വരാലോ, അതിനിപ്പോൾ ആരുടെ അനുവാദം ചോദിക്കേണ്ട കാര്യമില്ല. അച്ഛനെ സ്വന്തം മക്കളെ കാണാനായിട്ട് ആരുടെ അനുവാദത്തിന്റെ കാര്യമില്ല അച്ഛൻ എപ്പോഴെങ്കിലും വന്നോ എന്ന് പറയാണ്. ശരി മോളെ, എന്നാൽ അച്ഛൻ ഇറങ്ങട്ടെ എന്ന് പറയാണ്. അച്ഛനാ ഇന്ന് പോണോലെ? പോണം മോളെ, ഞാൻ പറഞ്ഞില്ലേ ഞാനിവിടെ നിൽക്കണമൊന്നുമില്ല, നിങ്ങളെ കൂടെ വന്നു ഓണം ആഘോഷിച്ചു, ഓണസദ്യ കഴിച്ചു, അതിനേക്കാളും വലുതായിട്ട് എനിക്കൊന്നുമില്ല. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മോളെ കാണുമ്പോൾ ഞാൻ പറയാറില്ലേ, ഓണം നിങ്ങളുടെ കൂടെ ആഘോഷിക്കണം, ഓണസദ്യ തരണം എന്നൊക്കെ. അത് എന്തായാലും നിറവേറി എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എൻ്റെ കല്യാണി മോളെ എൻ്റെ ആഗ്രഹം സാധിച്ചെന്നു, ഇനി അച്ഛൻ ഈ നിമിഷം മരിച്ചാലും കുഴപ്പമില്ല മോളെ എന്ന് പറയാണ്. ഇത് കേൾക്കണ കല്യാണി പറയണ്ട, അച്ഛൻ എന്തൊക്കെയാ അച്ഛൻ പറയണത്? നോക്ക്, അച്ഛനെ ഞാനിപ്പോൾ സ്നേഹിച്ച് തുടങ്ങിയല്ലേ വെച്ചുള്ളൂ, എനിക്ക് ഇത്രയും നാളത്തെ സ്നേഹം അച്ഛനെ തരണ്ടേ, അച്ഛൻ എനിക്ക് സ്നേഹിക്കണ്ടേ, അച്ഛൻ എന്നെ സ്നേഹിക്കണ്ടേ, അതിന് ഈ കുറച്ച് ദിവസങ്ങൾ മാത്രം മതി വെച്ചോ, ഇനി ഒരുപാട് വർഷങ്ങൾ നമുക്ക് സ്നേഹിച്ച് ജീവിക്കണ്ടേ വെച്ചാ, അതുകൊണ്ട് അച്ഛനൊന്നും സംഭവിക്കില്ല. പിന്നെ കാലിൽ സ്റ്റീലിടുന്ന കാര്യം ഞാൻ ഡോക്ടറോട് സംസാരിച്ചിരുന്നു കേട്ടോ, അതിന് മിക്കവാറും അടുത്ത മാസത്തേക്ക് ചെയ്യാന്നാണ് ഡോക്ടർ പറഞ്ഞത്, അതൊന്നും വേണ്ട മോളെ എന്ന് പറയാണ്. അച്ഛാ, ഇത് എൻ്റെ സന്തോഷത്തിന് വേണ്ടി ചെയ്തു തരേണ്ടതാണ്, അച്ഛൻ ആരോഗ്യത്തോടെ നടക്കുന്നത് എനിക്ക് കാണണം, പഴയ പ്രകാശനെ പോലെ. അപ്പോഴേക്കും രതീഷ് പറഞ്ഞ, അയ്യോ കല്യാണി പഴയ പ്രകാശൻ ഒന്നും പറയല്ലേ, അതെ പഴയ പ്രകാശൻ എന്ന് ഉദ്ദേശിച്ചത് ആ ഒരു തലയെടുപ്പും ആ ഒരു ഗാംഭീര്യത്തോടെ എൻ്റെ അച്ഛനെ എനിക്ക് കാണണം, എൻ്റെ മക്കളും അതുപോലെ തന്നെ കാദംബരി ചേച്ചിയുടെ മക്കളൊക്കെ വലുതാവണം, അച്ഛനെ കാണണ്ടേ, പിന്നെ കാർത്തിക ചേച്ചിയുടെ കല്യാണം അത് നമുക്ക് നടത്തി കൊടുക്കണ്ടേ അച്ഛാ, അതെനിക്ക് കാണണം, അതിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് എൻ്റെ കാർത്തിക മോളുടെ വിവാഹം. അച്ഛൻ തന്നെ ആ വരൻ്റെ കൈ പിടിച്ചിട്ട് എൻ്റെ മോളുടെ കയ്യിലേക്ക് ചേർത്ത് വെക്കണം, അത് അച്ഛൻ്റെ ആഗ്രഹമാണ് എന്നൊക്കെ പറയാണ്. അപ്പോഴേക്കും കാർത്തികയും അങ്ങനെ നിൽക്കുന്നുണ്ട്. ലക്ഷ്മിയും ഒന്നും മിണ്ടാതെ തന്നെ അവിടെ തന്നെ നിൽക്കുക കേട്ടോ. ശേഷമാണെന്നുണ്ടെങ്കിൽ പ്രകാശിനെ അവിടെ നിന്ന് ഇറങ്ങാണ്. അപ്പോൾ രതീഷിനോട് പറയുന്നുണ്ട്, കിരണ് ഒറ്റയ്ക്ക് വിടേണ്ട രതീഷ് ഒന്ന് കൊണ്ടേ ആക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ശരിയെന്ന് പറഞ്ഞിട്ട് രതീഷാണ് പ്രകാശിനെ കൂട്ടിക്കൊണ്ട് പോകണേ കേട്ടോ. അങ്ങനെ പ്രകാശന ഗേറ്റ് കിടക്കുന്ന സമയത്ത് നമ്മുടെ കല്യാണിനെ, കാദംബരിനെ, കാർത്തികനെ, ലക്ഷ്മിനെ, ദീപേനെ, കിരണിനെയും കൊച്ചുമക്കളെയൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട്. അവരെല്ലാവരും സന്തോഷത്തോടെ തന്നെ പ്രകാശനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കല്യാണി കണ്ണ് നിറഞ്ഞ് പ്രകാശനെ നോക്കുമ്പോൾ പ്രകാശിന്റെ കണ്ണ് നിറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ കല്യാണി വിഷമത്തോട് കൂടി തന്നെ പ്രകാശനെ ടാറ്റ കാണിക്കുകയാണ്. അങ്ങനെ പ്രകാശിനോട് പോവാണ്. കല്യാണിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നു കേട്ടോ. പ്രകാശം പോയി കഴിയുമ്പോഴേക്കും കല്യാണി പൊട്ടിക്കരയാണ്. എന്തിനാ കല്യാണി നീ കരയണത്? നിന്റെ അച്ഛൻ്റെ ആഗ്രഹം നീ സാധിച്ചു കൊടുത്തില്ലേ? നിന്റെ ആഗ്രഹമായിരുന്നല്ലോ ഒരു ഓണമെങ്കിലും അച്ഛൻ്റെ കൂടെ ആഘോഷിക്കണമെന്ന്, ഇപ്പം നിന്റെ ആഗ്രഹം നടന്നില്ലേ? കിരണേട്ട അതൊക്കെ സത്യമാണ്, പക്ഷെ അച്ഛനിങ്ങനെ ആരില്ലാത്തവനെ പോലെ ഒറ്റക്ക് പോകണം കാണുമ്പോൾ വിഷമാവുന്നു. കല്യാണി ഈ അവസ്ഥ വരുത്തിച്ചതാരാ? നിന്റെ അച്ഛൻ തന്നെയാണ്. അയാൾ ഇത്രയും വർഷം ചെയ്ത ക്രൂരതകളൊക്കെ നീ ഒരൊറ്റ നിമിഷം കൊണ്ട് മറന്നു പോയോ? അയാൾക്ക് ഇപ്പം എത്ര വയസ്സുണ്ട്? 55-60 വയസ്സിനടുത്ത് ആവാൻ അയാൾക്ക്. അപ്പം ഇത്രയും വയസ്സുള്ള ഒരാൾ ഇത്രയും വർഷത്തിനിടയ്ക്ക് എത്രമാത്രം തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അതിൻ്റെ ചെറിയ ശിക്ഷകളാണ് അനുഭവിക്കേണ്ടേ. പക്ഷേ ഈ വയ്യാത്ത അവസ്ഥയിലേക്ക് കിരണേട്ട എന്തായാലും അയാൾ കുഴപ്പമോ സംഭവിക്കില്ല, നീ വിഷമിക്കണ്ട. എന്തായാലും എനിക്ക് മനസ്സിലായി നിന്റെ മനസ്സിലെ വിഷമമൊക്കെ, അത് നമുക്ക് എന്തെങ്കിലുമൊക്കെ പരിഹാരം ഉണ്ടാക്കാൻ കല്യാണി. എന്തായാലും അയാളിപ്പോൾ എനിക്ക് വലിയ വിശ്വാസമൊക്കെ തന്നെയാണ് എന്ന് കിരണും പറയുന്നുണ്ട്. കല്യാണിക്ക് സമാധാനം ആവണം. അപ്പം എല്ലാവർക്കും പ്രകാശിൻ്റെ ഒരു വിശ്വാസമൊക്കെ വന്ന് തുടങ്ങി കേട്ടോ. അതേസമയം നമ്മുടെ സരിയു ആണെങ്കിൽ വല്ലാത്തൊരു അവസ്ഥയിൽ ഇങ്ങനെ പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് നേരം ചിരിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അത് നോക്കിക്കൊണ്ട് ഷാരി ഇങ്ങനെ നിൽക്കുമ്പോൾ സരിയു ചോദിക്കണ്ടല്ല, നിങ്ങൾ എന്തിനാ എപ്പോഴും എൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ ചിരിക്കണ കാണാൻ അത്ര ഭംഗിയാണോ? അതെ, എൻ്റെ മോള് നന്നായിട്ട് ചിരിക്കും, ഇനിയും ചിരിക്കും. എന്താണെന്നറിയാവോ? വേറൊന്നിനും അല്ല, എൻ്റെ മോളുടെ ജീവിതം ഇപ്പം ആകെ താളം തെറ്റിക്കിടക്കുകയാണ്. പക്ഷെ നാളെ സമയത്ത് എൻ്റെ മോളുടെ ജീവിതം പഴയതിനേക്കാൾ നല്ലതാവും. നമുക്കൊരു സമാധാനവും സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റും. പണമില്ലെങ്കിൽ എന്താ, സമാധാനം പോരെ മോളെ.
മോളെ, നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റും, എനിക്ക് ഉറപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഷാരിയാണെങ്കിൽ സരിയുടെ തലയിൽ ഇങ്ങനെ തലോടിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കാട്ടോ. സരിയാണെങ്കിൽ എന്തൊക്കെയോ പിച്ചും പേരൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മനോഹറിനെയാണ് കാണിക്കുന്നത്. മനോഹറിനെ കാണാൻ വേണ്ടി വീണ്ടും രാഹുൽ ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുകയാണ്. അതിനിപ്പോ ഇന്ന് കാണിച്ച ഭാഗം വീണ്ടും കാണിച്ചതാണോ എന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ. അപ്പോൾ രാഹുൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട് പ്രൊമോയിൽ, ഇങ്ങനെ രാഹുൽ മനോഹറിന്റെ കഴുത്തിലേക്ക് കയറി പിടിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ മോളുടെ ജീവിതം നീ നശിപ്പിച്ചില്ലേടാ, എൻ്റെ മോളുടെ അവസ്ഥ എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല, എൻ്റെ മോളെ ഈ അവസ്ഥയിൽ ഭ്രാന്താശുപത്രി ഷോക്ക് അടുപ്പിക്കുന്ന അവസ്ഥയിൽ നീ കൊണ്ട് എത്തിച്ചില്ലേടാ, എല്ലാത്തിനും കാരണം നീയാണ്, നീ കാരണമാടാ എല്ലാ പെൺകുട്ടികളും ഇത് അനുഭവിക്കുന്നത്. എത്രയെത്ര പെൺകുട്ടികൾ ഇതുപോലത്തെ അവസ്ഥയിൽ പല സ്ഥലങ്ങളിലും ഉണ്ടാവോടാ, നീ കാരണം ചില ആൾക്കാർ ചിലപ്പോൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവും, ചില പെണ്ണുങ്ങൾ ചിലപ്പോൾ ഇതുപോലത്തെ മാനസിക നില തെറ്റിയിട്ടുണ്ടാവും. വല്ല 5-6 പെണ്ണുങ്ങൾ മാത്രമേ രണ്ടാമത് വിവാഹം കഴിച്ചിട്ടുണ്ടാവുള്ളൂടാ, അതും അവരുടെ വീട്ടുകാരുടെ നിർബന്ധത്തിന് വേണ്ടിയിട്ട് പെൺപിള്ളയുടെ ജീവിതം നശിപ്പിച്ച നീ ജീവിച്ചിരിക്കേണ്ട, നീ മരിക്കണോടാ, നീ മരിക്കണം. നീ ഇടക്ക് പറയുമല്ലോ ഞാനും പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചു, അതേടാ ഞാൻ നശിപ്പിച്ചു, ഒരു പെണ്ണിനെ മാത്രം, അതെൻ്റെ ആ ഒരു പ്രായത്തിൽ പറ്റിപ്പോയതൊരു കയ്യബദ്ധമാണ്. പക്ഷേ അതുപോലെയല്ല നീ അങ്ങനെയല്ല. ഞാൻ പണത്തിന് പുറകെ നടന്നെങ്കിൽ നീ പെണ്ണുങ്ങളുടെ പുറകെ നടന്നു പണത്തിന് വേണ്ടി. അതാണ് ഏറ്റവും വലിയ തെറ്റ്. പെണ്ണിൻ്റെ കണ്ണീര് അത് നീ ഒരുപാട് പെണ്ണുങ്ങളെ അനുഭവിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിന്റെ ജീവൻ ഞാൻ ഇങ്ങനെ എടുക്കുവാടാ എന്ന് പറഞ്ഞിട്ട് രാഹുൽ മനോഹറിനെ കഴുത്തിനെ കയറി പിടിച്ചിട്ട് ഇങ്ങനെ കൊല്ലാൻ വേണ്ടി ഇങ്ങനെ നോക്കുന്ന ഭാഗം കാണിക്കുന്നുണ്ട്. അത് ഇന്നത്തെ എപ്പിസോഡിന്റെ ഭാഗം പോലെ എനിക്ക് തോന്നുന്നു, പക്ഷെ പ്രൊമോയിൽ കാണിച്ചു കേട്ടോ. അതേസമയം സരിയു ആണെങ്കിൽ പ്രാന്തും പിച്ചുമ്പയൊക്കെ പറയുന്നുണ്ടല്ലോ. പക്ഷേ സരിയു ഒരു കാര്യം ചെയ്യുന്നുണ്ട്, വേറൊന്നുമല്ല, നമ്മുടെ മെൻ്റൽ ഹോസ്പിറ്റലിൽ ആരും കാണാണ്ട് അവിടെ നിന്ന് എടുത്ത് ഓടുന്നുണ്ട്. ഓടുന്നു വെച്ചാൽ വേറൊന്നുമല്ല, തൻ്റെ മോള് ഓടിപ്പോയി, തൻ്റെ മോൾ ഇറങ്ങി ഓടി റോട്ടിലേക്ക്, തൻ്റെ മോൾക്ക് വണ്ടി ഇടിക്കും, അതുകൊണ്ട് താനും ഇറങ്ങി പോകുവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സരിയു റോട്ടിലേക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോണ സരിയു ആണെന്നുണ്ടെങ്കിൽ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ, എന്താ പറയുന്നത്, പ്രാന്ത് ശരിക്കും മൂത്ത് കിടക്കുന്ന അവസ്ഥ, ആരെ കണ്ടാലും കൊല്ലണം എന്നൊരു അവസ്ഥയിൽ അങ്ങനെ നടക്കുവാണ്. എന്തായാലും കിരണും കല്യാണിയും തന്നെയാണ് ആ ഒരു അവസ്ഥയിൽ നിന്ന് സരിയുവിനെ രക്ഷിക്കുകയുള്ളൂ. പക്ഷെ അവർ രക്ഷിക്കുമ്പോഴും ആദ്യമൊക്കെ സരിയു അവരെ ശിക്ഷിക്കാനേ നോക്കുള്ളൂ, കാരണം സരിയുവിന് മുഴുവട്ടാണല്ലോ. പിന്നെ നമ്മുടെ കല്യാണി ആയിരിക്കും സരിയുവിനെ നേർവഴിക്ക് കൊണ്ടുവരാൻ പോണത്. പക്ഷെ അതിനിടയിൽ ഒരുപാട് ത്യാഗങ്ങൾ കല്യാണിക്ക് സഹിക്കേണ്ടി വരും, കാരണം ഇതൊരു പ്രാന്തി പെണ്ണാണല്ലോ. അപ്പോൾ അവരുടെ ആ ഒരു മാനസികത തെറ്റിയത് കൊണ്ട് തന്നെ അവരെ നേർവഴിക്ക് നടത്താൻ വേണ്ടി കല്യാണി ഒരുപാട് കഷ്ടപ്പെടും കേട്ടോ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും സരിയു നേരെ തന്നെയാകും, അത് 100% ഉറപ്പാണ്. കിരൺ ഇന്നത്തെ എപ്പിസോഡിൽ പറഞ്ഞായിരുന്നു, സരിയുടെ പ്രാന്ത് മാറിയാലും സരിയു വീണ്ടും പഴയ പോലെ ആക്കുകയും തന്നെയും തൻ്റെ ഭാര്യേനായിട്ടുള്ള കല്യാണിനെയും അമ്മേനെയും അച്ഛനെയൊക്കെ കൊല്ലാൻ വേണ്ടി വരുമെന്ന്. അപ്പോൾ കിരൺ അങ്ങനെ ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്, എന്തായാലും അവൾ മാനസികത പഴയ പോലെ ആയിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരെയൊക്കെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് കിരൺ. അങ്ങനെ ഇല്ലാതാക്കാനാണ് സരിയു പോണേന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സരിയുവിൻ്റെ അന്ത്യം മിക്കവാറും ചന്ദ്രസേനൻ്റെ കയ്യിൽ നിന്നോ രൂപയുടെ കയ്യിൽ നിന്ന് തന്നെയായിരിക്കും. കാരണം കിരണും കല്യാണിയും അത് ചെയ്യത്തില്ല, കാരണം അവർ ജീവിച്ച് തുടങ്ങിയുള്ളൂ. പക്ഷെ ചന്ദ്രസേനനും രൂപ അങ്ങനെയല്ല, അവർക്ക് തൻ്റെ മക്കളുടെ ജീവൻ എടുക്കാൻ നടക്കുന്ന ആരാണോ അവരില്ലാതാക്കാൻ തന്നെയാണ് ചന്ദ്രസേനൻ രൂപയും തീരുമാനിച്ചിരിക്കുന്നത് കേട്ടോ. എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ള എപ്പിസോഡ്സ് ആണ് കേട്ടോ ഇനി വരാൻ പോണത്. അപ്പം വീക്കെൻഡ് പ്രൊമോ കാണിച്ച ഭാഗങ്ങളൊക്കെ തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ വീക്കെൻഡ് പ്രൊമോ ഒന്നും തന്നെ ഇല്ല, വീക്കെൻഡ് പ്രൊമോ ആയിട്ട് അധികം ഒന്നും കാണിച്ചിട്ടുമില്ല. സത്യം പറഞ്ഞാൽ ഈ ആഴ്ചയിൽ ഒരു സീരിയലിൻ്റെ വീക്കെൻഡ് പ്രൊമോ കറക്റ്റായിട്ട് വന്നിട്ടില്ല. ആകെ 2-3 സീരിയലിൽ മാത്രമേ വീക്കെൻഡ് പ്രൊമോ കാണിച്ചിട്ടുള്ളൂ. മൗനരാഗത്തിൻ്റെ വീക്കെൻഡ് പ്രൊമോ വന്നിട്ടില്ല, ചിലപ്പോൾ വരുമായിരിക്കും, നമുക്ക് കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ.